എങ്ങനെ ഒരാൾക്ക് ഒരു വിജയിയായി മാറാൻ പറ്റും? ഒരാൾക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും? ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഈ സെഷൻ മുഴുവനായിട്ടും മുഴുവൻ ആളുകളും കേട്ടിരിക്കുക എന്നതാണ്. നമ്മുടെ വിജയത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും ഈ സെഷൻ കഴിയുന്നത് വരെയും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ ആളുകളോട് മുഴുവനും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഏതൊരു പതറ്റിക് കണ്ടീഷനിലാണെങ്കിലും, ജീവിതത്തിൽ പരാജയത്തിലോ അതല്ലെങ്കിൽ ജീവിത നൈരാശ്യത്തിലോ അതുമല്ലെങ്കിൽ കുടുംബപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും വിഷയത്തിൽ ഏത് പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണെങ്കിലും ശരി, ഈ ഒരു ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ അതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് ആമുഖമായിട്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാനും ഒക്കെ നിങ്ങൾക്ക് സമയം തരും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സശ്രദ്ധം എൻ്റെ ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, യെസ് ഓർ നോ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രതികരണം നിങ്ങൾ നടത്തിയാൽ മതി. ബാക്കി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് സമയം തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു പതറ്റിക് കണ്ടീഷനിൽ ഉള്ള ഒരാളാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ സാധിക്കും, ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് ആ ഒരു ഗ്യാരണ്ടി നൽകിക്കൊണ്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെറും കേവലം ഒരു ഗ്യാരണ്ടി അല്ല, അത് അനുഭവത്തിന്റെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. കാരണം നമുക്ക് ചുറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു പ്രശ്നമാവട്ടെ, എന്തൊരു പ്രതിസന്ധി ആവട്ടെ, ആ പ്രശ്നത്തിനും പ്രതിസന്ധിക്കും പരിഹാരമായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തിയേ പറ്റൂ. പലപ്പോഴും ലൈഫിൽ വിജയിക്കാത്തതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും നമ്മൾ അതിന് പരിഹാരമായി നമ്മൾ കൈക്കൊള്ളുന്ന നമ്മുടെ ചിന്താഗതിയോ നമ്മുടെ നടപടിയോ നമ്മുടെ പ്രവർത്തികളോ നമ്മുടെ വാക്കുകളോ ഒക്കെ ശരിയായ ദിശയിൽ അല്ലാണ്ടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയായ ദിശയിൽ ആയിരുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമായിരുന്നു. ഏതൊരാൾക്കും വിജയിക്കുവാൻ സാധിക്കുമായിരുന്നു, ഒരു സംശയവുമില്ല. ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ ഒരു സെഷനിൽ ഹാപ്പി പാർക്കിന് തന്നെ മറ്റൊരു ഇതിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടിസിപ്പന്റിന്റെ ഒരു സെഷൻ ആയിരുന്നു. ലൈഫിൽ ഏറ്റവും പതറ്റിക് കണ്ടീഷനിൽ നിന്ന ഒരവസ്ഥയിൽ നിന്നും കരകയറി സ്വപ്നതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു വ്യക്തിയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ അത് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അയാൾ പരാജയത്തിൽ തന്നെ നിൽക്കുന്നു എന്നതിന്റെ ആദ്യത്തെ കാരണം ഇപ്പോഴുള്ള അവരുടെ ചിന്താഗതിയും അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനോടുള്ള അവരുടെ പ്രതികരണവും ശരിയായ റൂട്ടിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇപ്പൊ ഹാപ്പി പാർക്കിനെ പോലുള്ള ഇങ്ങനെയുള്ള ഒരു സംഘത്തിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവരുടെ പ്രതികരണത്തെ അല്ലെങ്കിൽ അവരുടെ അകം മനസ്സിനെ കൃത്യമായ രൂപത്തിൽ ഒരു ക്ലെൻസിങ് നടത്തി വിജയത്തിലോട്ട് ട്യൂൺ ചെയ്ത് വിടുക എന്നതാണ്. അങ്ങനെ ട്യൂൺ ചെയ്ത് വിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത വിജയം കൺമുമ്പിൽ കണ്ടവരാണ് ഈ ഹാപ്പി പാർക്കിന്റെ കൂടെയുള്ള ഒത്തിരി ആളുകൾ. ഒന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ഒരുപക്ഷെ 1000-ഓളം ദിവസങ്ങൾ പിന്നിട്ട് ഈ ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ആളുകളെ കണ്ടവർ ഒന്ന് ജസ്റ്റ് യെസ് ഓർ, ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. ആർക്കൊക്കെ അനുഭവമുണ്ട് ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ, അതായത് ഏറ്റവും പതറ്റിക് കണ്ടീഷനിൽ നിന്നും
ഉന്നതമായ അവസ്ഥയിലോട്ട് എത്തിയ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അത് നേരിട്ട് അനുഭവിച്ച ആളുകളും അതേപോലെ തന്നെ അത് സാക്ഷ്യം വഹിച്ച ആളുകളും അവരുടെ അനുഭവം സാക്ഷ്യം വഹിച്ച ആളുകൾക്കും ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം. പ്ലീസ് ടൈപ്പ്. ഒത്തിരി ആൾക്കാരുണ്ട്. പ്ലീസ് ടൈപ്പ്. യെസ് ഓർ നോ? യെസ്, ഒത്തിരി ആൾക്കാർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ എന്താണ് വിജയിക്കുവാൻ ഒരു വ്യക്തി ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുന്നത്, വിജയിക്കുവാൻ ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് അവൻ നിലവിലുള്ള അവന്റെ കെട്ടുകൾ അഴിച്ചു വിടുക എന്നതാണ്. അതായത് ഒരു വ്യക്തി എന്തുകൊണ്ട് പരാജയത്തിൽ തന്നെ നിൽക്കുന്നു, എന്തുകൊണ്ട് വിജയത്തിലോട്ട് പോകുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ നിലവിലുള്ള കെട്ടുകളെ അല്ലെങ്കിൽ നിലവിൽ അയാളുടെ അവസ്ഥ എന്താണ് എന്ന് അയാൾക്ക് അറിയുന്നില്ല. അപ്പൊ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് വിജയിക്കാത്തത് എന്തുകൊണ്ട് എന്നത് നിങ്ങൾക്ക് ഒരു ബോധ്യം നൽകുകയാണ്. കാരണം നമുക്ക് ആ അറിവ് കിട്ടുന്നതാണ് നമ്മുടെ ലൈഫിൽ വലിയൊരു തിരിച്ചറിവായി മാറുക. എന്തുകൊണ്ട് ഞാൻ വിജയിക്കുന്നില്ല, എന്താണ് എന്റെ പ്രശ്നം, ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു കൊച്ചു സെഷനിൽ നിങ്ങളെ ഇത്രയും ആളുകളെ വിളിച്ചുകൂട്ടി ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അതായത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അബോധപൂർവമോ ഓരോ നിമിഷത്തിലും ഓരോ വ്യക്തികൾക്കും നല്ലതോ ചീത്തതോ ആയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവും. ഐ റിപ്പീറ്റ്, എന്തുകൊണ്ട് ഒരു വ്യക്തി വിജയിക്കുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ വിജയിക്കാം എന്ന ഈ ടോപ്പിക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഓരോ മൊമെന്റിലും, ഈച്ച് ആൻഡ് എവറി മൊമെന്റ്, ഓരോ മൊമെന്റിലും ആ വ്യക്തിക്ക് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഓരോ അനുഭവങ്ങളും അവന്റെ മനസ്സിൽ ഒരു എഫക്റ്റ് ഉണ്ടാകും, ഒരു സ്വാധീനം ഉണ്ടാകും. നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ സ്വാധീനം നമ്മുടെ മനസ്സിലോട്ട് ഒരു എഫക്റ്റ് ആയിട്ട്, ഒരു ഇംപ്രഷൻ ആയിട്ടുണ്ടാവുകയും ആ ഇംപ്രഷൻ പിന്നീട് ഒരു മെന്റൽ പിക്ചർ ആയിട്ട് മാറും. ഉദാഹരണമായിട്ട്, നമ്മള് കവലയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹനം ഇടിക്കുന്ന രംഗം കാണുകയോ, നമ്മുടെ വാഹനം മറ്റൊന്നിന് ഇടിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് നല്ല കാര്യം പറയുകയോ മോശം കാര്യം പറയുകയോ, എന്തുമാവട്ടെ, ചെറുതും വലുതുമായ, കാരണം നമ്മുടെ ബ്രെയിൻ ഓരോ സെക്കൻഡിലും എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയും ആ ഇംപ്രഷൻ ഒരു മെന്റൽ പിക്ചറായിട്ട്, ഒരു മാനസിക ചിത്രമായിട്ട് നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നു. ആ മാനസിക ചിത്രത്തെ നമുക്ക് മായ്ക്കാൻ കഴിയില്ല. വിജയിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, പരാജയത്തിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ചിത്രങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും. അപ്പോ അവർ ജീവിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളുടെ ഒരു ലോകത്താണ്. അതായത് അവരുടെ ബ്രെയിൻ മുഴുവനും ഇക്കണക്കിനുള്ള ചിത്രങ്ങളായിരിക്കും. എപ്പോൾ ആ ചിത്രങ്ങളെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചോ ഓർക്കുമ്പോഴെല്ലാം അതേ അനുഭവം ഉയർന്നു വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഇങ്ങനെയുള്ള ഓരോ ചിത്രങ്ങൾ, ഈ ചിത്രങ്ങൾക്കൊക്കെ ഒരു പേരുണ്ടാവും. ആ പേരുകൾക്കെല്ലാം പിന്നിൽ ഒരു വികാരം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുന്നുകൂട്ടിയ ഒത്തിരി ബ്ലോക്കുകളുടെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ വാക്കുകൾ, അല്ലെങ്കിൽ വികാരങ്ങൾ ചങ്ങലക്കെട്ടുപോലെ ഓരോ വ്യക്തിയുടെയും അകത്തളങ്ങളിൽ താണ്ഡവമാടുന്നത് കൊണ്ടാണ് അവൻ എന്ത് സ്വപ്നം കണ്ടിട്ടും, ഏത് രൂപത്തിൽ, ഏതൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടും, ഏതൊക്കെ നേർച്ചകൾ കാഴ്ചവെച്ചിട്ടും അയാൾ വിജയിക്കാത്തത്. അതുകൊണ്ടാണ്. നമുക്ക് ആ കെട്ടുകളെ പൊട്ടിച്ചു കളയുവാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത്. സുനിശ്ചിതമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആദ്യം നമുക്കൊരു ക്ഷമ വേണം.
ശരി, എനിക്ക് വിജയിക്കണം, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് ജീവിതത്തിൽ മുന്നേറണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് കെട്ടുകളുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഓരോ ഓരോ ചിത്രങ്ങൾക്ക് പിന്നിലും അതല്ലെങ്കിൽ ഓരോ വാക്കുകൾ നമ്മുടെ ബ്രെയിനിൽ അടക്കി വെച്ചിരിക്കുന്നു. ഓരോ വാക്കുകൾക്കും പിന്നിലും ഒരു വികാരങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു വീരപ്പൻ. ആ വാക്ക് കേൾക്കുമ്പോഴേക്കും ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വന്നു, ഒരു ചിത്രം വന്നു, ഒരു ഫീലിംഗ് വന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു പൗഡർ ടിൻ ഒരു വാക്കാണ്, അത്തർ ഒരു വാക്കാണ്, വെള്ളം ഒരു വാക്കാണ്, മധുരം. ഈ മധുരം എന്ന വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കും ആ വാക്കിന്റെ കൂടെ ഒരു ഇമോഷനും ഒരു ചിത്രവും നമ്മുടെ ഉള്ളിൽ വരും. അപ്പോ പഠനങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനുഷ്യന്റെ മനസ്സിൽ സ്വാഭാവികമായും കൊത്തിവെച്ച വാക്കുകൾ പലതും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ്, ചിത്രങ്ങളാണ്, അതുപോലെ തന്നെ ഇമോഷൻസുകളാണ് എന്നതാണ്. അപ്പൊ ഇതിന് പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ അതിന്മേൽ നിൽക്കില്ല, അതിന്മേൽ തട്ടി അടുത്ത ഇമോഷൻ അങ്ങനെ അങ്ങനെ ചാലായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന, അതായത് മനസ്സുള്ളത് കൊണ്ടാണ് മനുഷ്യനായത്. ഈ മനസ്സ് നിലനിൽക്കുന്നത് ചിന്തകൾ എന്ന തൂണുകൾ കൊണ്ടാണ്. ഐ റിപ്പീറ്റ്, ഒരു മനുഷ്യന്റെ മനസ്സ് നിലനിൽക്കുന്നത് അവൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിന് ചിന്തിക്കാതിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മനസ്സിലെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കണം. മനസ്സിന് ചിന്തിക്കാതെ ഒരവസ്ഥ മനസ്സിന് ആലോചിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും, നമ്മളൊന്ന് കണ്ണടച്ച് ഒരു വിഷയത്തോട് കോൺസെൻട്രേഷൻ നടത്തുമ്പോഴേക്കും പെട്ടെന്ന് വേറെ എങ്ങോട്ടേക്കോ നമ്മുടെ മനസ്സ് പോകും. പിന്നെ അവിടുന്ന് അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തിലോട്ടോ പോകും. പിന്നെ അങ്ങനെ പോയി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന സംഭവം നമ്മളിൽ നിന്ന് വിട്ടുപോകും. കാരണം മനസ്സിന് ചിന്തിക്കാതെ അടങ്ങി നിൽക്കുവാൻ മനസ്സിന് സാധ്യമല്ല. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓരോ വ്യക്തികളും ഇതേപോലെ തന്നെ നിരന്തരമായി മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ ഉള്ളിൽ നേരത്തെ പിക്ചർ ചെയ്യപ്പെട്ട, ചിത്രമായി രേഖപ്പെടുത്തപ്പെട്ട അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്കുകളും അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളുമാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പൊ നമ്മള് സാധാരണ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ആവട്ടെ, മാതാപിതാക്കളാവട്ടെ, കുട്ടികളാവട്ടെ, പല ഇഷ്യൂസുകളും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളോട് ഒരാൾ പറയാണ്, നീ കൊള്ളില്ല, അല്ലെങ്കിൽ നീ എന്തൊരു കാര്യം ചെയ്താലും ശരിയാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരൊറ്റ വാക്ക്, നീ എന്തൊരു കാര്യം ചെയ്താലും ശരിയാവില്ല. ആ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം ചെയ്താലും ശരിയാവില്ല. അപ്പൊ അതോടുകൂടി തന്നെ നമ്മുടെ ആ ഒരൊറ്റ ഇമോഷനിൽ നിന്നും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരു വാക്ക് പറഞ്ഞാലും ശരിയാവില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പൊ പിന്നെ അതിന്മേൽ നിൽക്കുന്നില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? അപ്പോ വേറൊരു വാക്ക്, ശരിയാണ്, എന്നോട് വേറൊരാളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ആ പറഞ്ഞ ആളുടെ ചിത്രവും ആ വാക്കുകളും അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളും. അപ്പോ പിന്നെ അവിടെ നിൽക്കുന്നില്ല. അവിടുന്ന് വീണ്ടും ആ വികാരങ്ങൾ മറ്റൊന്നിലോട്ട്, അതായത് ശരിയാണ് കേട്ടോ, ഞാൻ പോരാ, എനിക്ക് ജീവിതത്തിൽ പുരോഗതി കിട്ടില്ല, കാരണം എന്നെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഈ സംഭവം തന്നെ. യെസ്, അത് കഴിഞ്ഞു. ആ നിൽക്കുന്നില്ല. ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്? ശരി, ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോ? പ്ലീസ് ടാഗ് യെസ് ഓർ നോ. കേൾക്കുന്നില്ല, വ്യക്തമായി കേൾക്കുന്നില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. കട്ടാവുന്നില്ല. അതൊരു പക്ഷേ അവരുടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അപ്പോ ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഒരു ഡ്രസ്സ് വേണം, എൻ്റെ ഇന്നൊരു ആളുടെ കല്യാണം ഉണ്ട്, ഒരു ഡ്രസ്സ് വേണം. ഭർത്താവ് പറഞ്ഞു, ഡ്രസ്സ് വാങ്ങാൻ ഇപ്പോൾ പണമില്ല, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും മാസം ഡ്രസ്സ് വാങ്ങി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഏതെങ്കിലും രൂപത്തിലൊരു വാക്ക് ഭർത്താവ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാര്യ എന്ത് പറയുന്നു?
എനിക്കെപ്പോഴും ഡ്രസ്സ് വാങ്ങിത്തരാൻ കഴിയില്ല. ആ വാക്കുണ്ടല്ലോ, ആ വാക്കിലെ നെഗറ്റിവിറ്റി ഇമോഷൻസ് അവളുടെ മനസ്സിൽ കുത്തിയിറക്കപ്പെടും. കുത്തിയിറക്കപ്പെട്ടതിന് ശേഷം അവിടെ നിൽക്കില്ല പ്രിയപ്പെട്ടവര്. അപ്പൊ അവിടെ നിൽക്കാതെ എന്ത് ചെയ്യും? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇമോഷൻ, ഭർത്താവിന്റെ മുഖം, അദ്ദേഹത്തിന്റെ വാക്ക്, അപ്പോ ആ വാക്കുമായി ബന്ധപ്പെട്ട് വീണ്ടും വേറൊരു വാക്ക് വരും. അങ്ങയുടെ മുമ്പും അങ്ങനെ തന്നെയാണ്. വേറൊരു വാക്ക്, അങ്ങയുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ ഉമ്മ എന്റെ മദറിനെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും പറഞ്ഞ വാക്ക്. ഓ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പോയി 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 ഒരു വ്യക്തി ഏത് അവസ്ഥയിലാവും എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ മുങ്ങിത്താന്ന് 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 പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലോട്ട് പോകുന്നു. ഈ ഒരു ചരടിനെ നമ്മൾ പൊട്ടിച്ചെറിയുവാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു പ്രിയപ്പെട്ടവര്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഉദാഹരണമായിട്ടൊരു ബിൽഡിങ്ങിന് കാണാം. നമുക്ക് ഒരു ബിൽഡിങ്ങിന് നിലനിൽക്കണമെങ്കിൽ തൂണുകൾ വേണം, ഫില്ലറുകൾ വേണം. ഫില്ലറുകളില്ലാതെ ഒരു ബിൽഡിങ്ങിന് നിലനിൽക്കുവാൻ സാധ്യമല്ല. ഒരു പന്തലിന് കാലുകളില്ലാതെ നിലനിൽക്കുവാൻ സാധ്യമല്ല. എന്നതുപോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിന് നിലനിൽക്കണമെങ്കിൽ ചിന്ത എന്ന് പറയുന്ന തൂണ് വേണം. അതുകൊണ്ട് മനസ്സിന് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഓൾറെഡി നമ്മുടെ ഉള്ളിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ചിത്രങ്ങളും വാക്കുകളും വികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് 80-90% ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ നിൽക്കില്ല. ആ ചിന്ത ഇങ്ങനെ, നമ്മൾ കണ്ടില്ലേ, കൊറോണ ഒക്കെ കണ്ടില്ലേ, ഈ ഒരാളുമൽ തട്ടി ചെയിനായിട്ട് ഇങ്ങനെ പോകുന്നത് പോലെ അവന്റെ ചിന്തകൾ കാട് കയറി അവൻ പ്രശ്നത്തിൽ നിന്നും ആഴക്കടലിലോട്ട് മുങ്ങി ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ ഇവൻ എങ്ങനെ വിജയിക്കാനാണ് പ്രിയപ്പെട്ടവര്? പിന്നെ ഇവൻ ഏത് പള്ളിയിൽ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും എത്ര നേർച്ച നേർന്നാലും ഇവൻ എങ്ങനെ വിജയിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അപ്പൊ ഇവിടെ ഒക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ബ്രെയിന് ഇതിങ്ങനെ പോകുന്നത് അപകടത്തിലേക്കാണ്, കൂടുതൽ അപകടത്തിലേക്കാണ്, പരാജയത്തിലേക്കാണ്, ഗട്ടറിലേക്കാണ്. എനിക്കൊരിക്കലും ഇവിടുന്ന് തിരിച്ചു വരാൻ ഇനി കഴിയില്ല എന്ന ഒരു ചിന്ത ബ്രെയിൻ ഉണ്ടാവില്ല. ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കണം. ചിന്തിക്കാണ്ടിരിക്കാൻ ബ്രെയിന് പറ്റില്ല. ഒരാളോട് പറയാണ്, നിങ്ങൾ ഒരു കുരങ്ങനെ കുറിച്ച് ചിന്തിക്കാണ്ട് 10 മിനിറ്റ് നിന്നാൽ നിങ്ങൾക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു 10 മിനിറ്റ് കുരങ്ങനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ബ്രെയിന് കഴിയില്ല. ബ്രെയിൻ ചിന്തിക്കണം. അപ്പൊ ഇവിടെ വളരെ ഗൗരവമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്രെയിൻ ഇങ്ങനെ ആഴത്തിൽ ചിന്തിച്ച് നമ്മുടെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ ബ്രെയിൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇമാജിനേഷൻ ആൻഡ് വാട്ട് ഈസ് റിയാലിറ്റി. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇമാജിനേഷൻ, എന്താണ് യാഥാർത്ഥ്യം എന്ന് ബ്രെയിൻ അറിയില്ല. ബ്രെയിൻ ഓൾറെഡി അതിന്റെ ഉള്ളിൽ സേവ് ചെയ്യപ്പെട്ട പിക്ചറുകൾ അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ ജിം കോർബറ്റ് എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വേട്ടക്കാരനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഒരു ചെമ്പാരൽ കടുവ എന്ന് പറയുന്ന നേപ്പാളിൽ നിന്നും ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട, അതായത് നേപ്പാളിൽ 190 മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു കടുവയുണ്ടായിരുന്നു. ചെമ്പാരൽ കടുവ എന്ന് പറയും. ഈ കടുവ, അതിനെ കൊല്ലാൻ വേണ്ടി നേപ്പാൾ സർക്കാർ പരമാവധി ശ്രമിച്ചു. സൈന്യം വരെ ഇറങ്ങിയിട്ട് അതിനെ കൊല്ലാൻ സാധിച്ചില്ല. അവസാനം അത് ഒരു തടാകം കടന്ന് ഇന്ത്യയിലോട്ട് വന്നു. ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ 210 കൊലപാതകങ്ങൾ നടത്തി. മനുഷ്യർക്ക് ജീവിക്കുവാൻ പോലും നിർവാഹമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോ അതിനെ വധിക്കുവാൻ വേണ്ടി ജിം കോർബറ്റിനോട് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിട്ടു. ഞാൻ ആ പുസ്തകം, അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, ഈ ചെമ്പാരൽ കടുവയെ അദ്ദേഹം വധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്. വളരെ മനോഹരമാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ. വളരെ വളരെ മനോഹരമാണ്. അദ്ദേഹം അതിന് നിയോഗിതനായി അതിൽ വളരെ രസകരമായിട്ട് ആ കടുവ വേട്ട അതിൽ പറയുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം.
അത് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു അനുഭവം, ഒരുപക്ഷെ നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ഒരു ലേഡി, ആ ലേഡിയും ആ ലേഡിയുടെ സഹോദരിയും വിറക് വെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കടുവ വന്ന് തന്റെ സഹോദരിയെ കടിച്ചു കൊണ്ടുപോയി. കൺമുമ്പിൽ നിന്ന് കണ്ടു. ഈ സഹോദരിക്ക് പിന്നീട് ശബ്ദമില്ലാതെയായി, മിണ്ടാണ്ടെയായി. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മാനസികമായ ഇഷ്യൂസ് ഉണ്ടായി. അദ്ദേഹം പറയുന്നു, ഈ കടുവയെ കൊന്ന് അതിന്റെ ഡെഡ് ബോഡി കണ്ട അന്നിമിഷം ആ ലേഡിക്ക് സംസാരം തിരിച്ചു കിട്ടി. ആ പുസ്തകം വായിക്കണം നിങ്ങൾ. ഞാൻ ഒറ്റ ഇരിപ്പിന്, എനിക്ക് തോന്നുന്നത് 200-250 പേജുള്ള ഒരു പുസ്തകമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് വായിച്ചു തീർത്തത്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ളപ്പോ ആ ഒരു കടുവയുടെ കാര്യം പറഞ്ഞപ്പോ, അതുപോലെ ഒരു അനുഭവം ഒരു വ്യക്തിക്കുണ്ടായാൽ, കാട്ടിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് സിംഹമോ കടുവയോ വന്നു മുമ്പിൽ നിന്ന് ഒരാളെ കടിച്ചു കൊണ്ടുപോയി. ജിം കോർബറ്റ് പറയുന്നു, അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ. കാട്ടിലൂടെ കടുവയെ തേടി പോയപ്പോ 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു അറ്റപാദം കണ്ടു. അദ്ദേഹം പറയാണ്, എന്റെ മനസ്സ് എനിക്ക് ഉറക്കമില്ലാതെയായി. ജീവിതത്തിൽ കരളരിക്കുന്ന ഒരു കാഴ്ച. ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ഒരു പാദം മാത്രം കടുവ കടിച്ച് അറ്റുകിടക്കുന്ന രംഗം ഞാൻ കണ്ടു. അപ്പോ ഈ രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ആ ചിത്രം കാണുമ്പോൾ ബ്രെയിൻ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ചിത്രം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ പെൺകുട്ടി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തന്റെ സഹോദരിയെ കടുവ പിടിച്ചു കൊണ്ടുപോകുന്ന രംഗം ചിന്തിക്കുമ്പോൾ ബ്രെയിൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിത്രം ആ ലേഡിയുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ബ്രെയിന് ഒരിക്കലും പിന്നെ വിജയത്തിലോട്ട് പോകുവാനോ ലക്ഷ്യം സെറ്റ് ചെയ്യുവാനോ ഒന്നും കഴിയില്ല. ബ്രെയിൻ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പ്രശ്നത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇതേ രൂപത്തിൽ ചിത്രമായിട്ട് വികാരമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട, എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ആ ചിന്തക്ക് മുകളിലായിരിക്കും. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഒരു ലോകത്താണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുവാൻ ഒരു ടോപ്പിക് വേണം. ഒരു ടോപ്പിക് ചിന്തിക്കുവാൻ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. യെസ് ഓർ നോ? കാൻ യു അഗ്രി വിത്ത് മീ? പ്ലീസ് ടൈം ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴും ചിന്തിക്കാതെ നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. ഒരു ടോപ്പിക്കിൽ നമ്മൾ എപ്പോഴും വ്യാപൃതരായിരിക്കും. യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. എത്ര ആൾക്ക് യെസ് ഓർ നോ പറയുന്നു? യെസ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യന് നിലനിൽക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കുവാൻ ഒരു വിഷയം ഇല്ലെങ്കിൽ മനസ്സിന്, ബ്രെയിന് പേടിയാണ്. കാരണം വീണുപോകും. ഒരു ചിന്ത ഊന്നുപടിയാണ് ചിന്ത. അപ്പോ എൻ്റെ ആത്മമിത്രങ്ങളെ, നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാവട്ടെ ഈ രൂപത്തിൽ. ഞാൻ ആ ചെമ്പാരൽ കടുവയുടെ കാര്യം പറഞ്ഞതുപോലെ അതൊരു ഉദാഹരണം മാത്രമാണ്. അതൊരു പക്ഷേ നമ്മളെ ആരെങ്കിലും വഞ്ചിച്ചതാവാം, ഒരു ട്രോമയാവാം, അതും അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ മേലിൽ ഹരാസ്മെന്റ് നടത്തിയതാവാം. ഇതെല്ലാം ഇതേപോലെയാണ്. അപ്പൊ നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാത്തത്. അപ്പം നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം, പ്രിയപ്പെട്ടവര്. നമുക്കറിയാം, ഈ ലോകത്ത് സമൃദ്ധമാണ്. വിജയിക്കുവാൻ ആവശ്യമായതെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവ് ഒന്നിനും ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. എല്ലാം ആവശ്യത്തിലധികമാണ്. നമുക്കറിയാം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കുറിച്ച് നോക്കുമ്പോ എത്ര നക്ഷത്രങ്ങളാണ്! കോടാനുകോടി, എണ്ണിയാൽ തീരില്ല. കടപ്പുറത്ത് പോയി നോക്കിയാൽ മണൽത്തരികൾ എണ്ണിയാൽ തീരില്ല. കടലിലെ വെള്ളം അളന്നാൽ തീരില്ല. സമുദ്രത്തിലെ മത്സ്യങ്ങൾ എല്ലാം ആവശ്യത്തിന് അപ്പുറമാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, കാടുകളാവട്ടെ മരങ്ങളാവട്ടെ എല്ലാം. ലോകത്തുള്ള സകല മനുഷ്യരും, പഠനം പറയുന്നത് ലോകത്തുള്ള സകല മനുഷ്യരും ലാറ്റിൻ അമേരിക്കൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു ഭൂഖണ്ഡത്തിൽ പോയി താമസിക്കുകയാണെങ്കിൽ പോലും എല്ലാവർക്കും അവിടെ ഏകദേശം ഒരു 2 ഏക്കറിലധികം ഭൂമി പതിച്ചു നൽകിയാൽ പോലും അവിടെ നിൽക്കുവാൻ മാത്രമുള്ള ആളുകളെ ലോകത്തുള്ളൂ എന്നാ പറയുന്നത്. 850 കോടി ജനങ്ങൾക്കും
ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ നിന്നാൽ പോലും ബാക്കി ഭൂമി മുഴുവനും കാലിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ തത്വം എന്ന് പറയുന്നത് സമൃദ്ധിയാണ്, പരിധിയില്ലാതെ ഉണ്ട് ഇവിടെ. നമ്മളെ ലൈഫിൽ വിജയിക്കുവാൻ ആവശ്യമായതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ മൂക്ക്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കാണുന്നത് എന്ത് മാത്രമായിരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും ഏതിന്മേലാണോ, ഏത് ചിന്തയുടെ തൂണിന്മേലാണോ നിൽക്കുന്നത്, അത് മാത്രമേ നമ്മുടെ കണ്ണുകൾ കാണുകയുള്ളൂ. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒറ്റ ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഒരേ ഒരു ഉദാഹരണം. നമ്മുടെ MA യൂസുഫ് അലി സാറ്, അദ്ദേഹം അമേരിക്കയിൽ പോവുകയാണെങ്കിൽ അവിടെ കോടികളുടെ ബിസിനസിന്റെ സാധ്യത കാണും. അതേ സാധ്യത നമ്മൾ പോകുമ്പോഴും അവിടെ ഉണ്ട്. അതേ സാധ്യത ഏവൻ പോകുമ്പോഴും അവിടെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആ സാധ്യത കാണുന്നില്ല? നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് മാളിന് നല്ല ചാൻസ് ഉണ്ട് നോക്കാൻ നമുക്കറിയാം. പക്ഷെ നമ്മൾ ആ ചാൻസ് കാണില്ല. എന്തുകൊണ്ട് കാണില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കുന്നത് ബ്രെയിനിൽ ഓൾറെഡി ഉള്ള ചിത്രവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഏതൊരു തൂണിന്മേലാണോ നിലനിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്ത മറ്റൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വിജയിക്കും? മനസ്സിലായില്ലേ? ഇപ്പൊ ഒരാൾ പറയാണ്, ഇപ്പോ ഹാപ്പി പാർക്കിനെ കുറിച്ച് തന്നെ പറയാൻ, ഒരാൾ പറയാണ് ഒരാളോട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മാറ്റിയെടുക്കുവാൻ സാധ്യമാണ് എന്ന് ഈ പ്രശ്നത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അയാളത് കേൾക്കും. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ആ നിൽക്കുന്ന തൂണ്, ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്ന തൂൺ എന്താണ്? എന്റെ പ്രശ്നം മാറ്റാനൊന്നും ഒരാൾക്കും കഴിയില്ല, ഇത് ആർക്കും മനസ്സിലാവാത്ത പ്രശ്നമാണ്, എനിക്കിപ്പോ കോടികളാ നഷ്ടം, എന്റെ ഭാര്യ ഇപ്പൊ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ്, എന്റെ പണം വേറെ ഓരോരുത്തരും തട്ടിയെടുത്തതാണ്, അതൊക്കെ തിരിച്ചു തരാൻ ഇങ്ങേക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ്, എന്നൊക്കെ ചിന്തിച്ച്, എന്നൊക്കെ ന്യായം പറഞ്ഞ് ഈ വിജയിക്കുവാൻ അല്ലെങ്കിൽ ലൈഫിൽ മാറുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന ആ ഒരൊറ്റ വാക്ക് അവരുടെ മനസ്സ്, ഇതാണ് ഇതിന്റെ ഒരു ഇന്റേണൽ, അത് വളച്ചൊടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ചിന്ത ഉള്ളോട്ട് പോകും. ഉള്ളോട്ട് പോയിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പെരുമാറും. എന്താ പെരുമാറുന്നത്? അദ്ദേഹം പറയുമ്പോൾ നടക്കുന്ന കാര്യമില്ല. അപ്പൊ അദ്ദേഹം കേട്ടു, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുവാൻ സാധ്യമാണ് എന്ന് ഒരാൾ പറയുന്നത് കേട്ടു, ഇത്ര ആൾക്കാരുടെ ലൈഫിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് മാറുവാൻ ആവശ്യമായ സംഭവം അദ്ദേഹം കേട്ടു. പക്ഷെ കേട്ടതുകൊണ്ട് കാര്യമില്ല. അത് മനസ്സിന്റെ ഉള്ളിലോട്ട് വരുമ്പോൾ അവിടെ ഒരു തൂണുണ്ട്. ഈ തൂൺ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ബ്രെയിൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തൂണുണ്ട്. ആ തൂണിൽ, അല്ലെങ്കിൽ ആ ചിന്തയുടെ, ആ ചിത്രങ്ങളുടെ ഇടയിൽ ഈ പുതിയൊരു കാര്യം അങ്ങോട്ട് പോകില്ല. അപ്പൊ എന്ത് സംഭവിക്കും? റിജക്റ്റ് ആവും. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി വിജയിക്കണമെങ്കിൽ നിലവിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിലെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയേ പറ്റൂ. അത് കേവലം വാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ജീവിതത്തിൽ മാറ്റം വന്ന ആൾക്കാർക്ക് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം. കുറെ കൂടി ആൾക്കാർ വന്നല്ലോ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഈ ബ്രെയിനിന്റെ ഉള്ളിലുള്ള ഈ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയപ്പോൾ ലൈഫിൽ മാറ്റമുണ്ടായ ആളുകൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. പ്ലീസ് ടൈപ്പ്. എത്രയോ ആൾക്കാർ ഇതിലുണ്ടല്ലോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്തേ. അപ്പൊ ഞാൻ പറയുന്നത് ഒരേ ഒറ്റ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ ഇന്റേണൽ പിക്ചർ. അപ്പൊ ഇതാണ് വിജയത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ആളുകളായപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ കാരണം? എന്തുകൊണ്ട് ലൈഫിൽ മാറ്റം ഉണ്ടായി എന്ന് ചോദിക്കും. നേരത്തെ എന്തുകൊണ്ട് മാറ്റം ഉണ്ടായില്ല? എന്തുകൊണ്ട് വിജയിച്ചില്ല? കാരണം ഈ തൂണിന്മേലാ നിൽക്കുന്നത്. മനസ്സിന് ഒരിക്കലും ഈ തൂണില്ലാതെ നിലനിൽക്കുവാൻ സാധ്യമല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിന് ഒരിക്കലും തൂണില്ലാതെ നിലനിൽക്കുവാൻ കഴിയില്ല. ഒരു വ്യക്തി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ചിന്തിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും, പരാതിയായിരിക്കും, പരിഭവമായിരിക്കും, വിഷമമായിരിക്കും. അപ്പോ
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ബ്രെയിൻ കണ്ടുപിടിക്കൂ. കണ്ണുകൾ കാണൂ, ചെവികൾ കേൾക്കൂ. മനസ്സിലായില്ലേ? അപ്പോ ലൈഫിൽ മാറ്റം വരുത്താൻ, വിജയിക്കുവാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇഫ് യു വൺ ക്യാൻ ചേഞ്ച് ദർ ഇന്റേണൽ പിക്ചർ, അവരുടെ അകത്തുള്ള ഈ തൂണിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടോട്ടലി ലൈഫ് മാറും. മനസ്സിലായില്ലേ? എനിക്ക് മാറാൻ കഴിഞ്ഞു. എന്താണ്? അതിർവരമ്പ് നിശ്ചയിച്ചിരുന്നു. നേരത്തെ അതിർവരമ്പ് നിശ്ചയിച്ചിരുന്നു. കാരണം അതൊന്നും പറ്റില്ല, ഇതൊന്നും പറ്റില്ല, ഇത്രയൊക്കെ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പം ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ ഇന്റേണൽ പിക്ചർ, യുവർ ബിലീവ് വിൽ ഗെറ്റ് ദ ഡിഫറെന്റ് ഔട്ട്പുട്ട്. അപ്പോ എന്ത് സംഭവിക്കും? ഉള്ളിലെ പിക്ചർ മാറ്റുമ്പോൾ, വിശ്വാസം മാറുമ്പോൾ പുതിയ അനുഭവത്തിലൂടെ മനുഷ്യന് പോകാൻ പറ്റും. അപ്പൊ വിജയിക്കുവാൻ വേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ തിരിച്ചറിയുക, നമ്മളെ സ്വയം തിരിച്ചറിയുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എപ്പോഴും അയാളുടെ മനസ്സ് നിലനിൽക്കുന്നത് ചിന്തക്ക് മുകളിലാണ്. ചിന്തയാണ് മനസ്സിനെ നിലനിർത്തുന്ന തൂണ്. അതുകൊണ്ട് ചിന്തിക്കാതിരിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. ചിന്തയാവട്ടെ ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓൾറെഡി നമ്മുടെയൊക്കെ ബ്രെയിനിൽ നമ്മുടെയൊക്കെ അനുഭവങ്ങൾ ചെറിയ പ്രായം മുതൽ, ചെറിയ കുഞ്ഞു പ്രായം മുതൽ ഇപ്പോഴും ഉണ്ട്. ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കൺസൾട്ടേഷൻ വന്ന സമയത്ത്, അത്യാവശ്യം ഹൈ പ്രൊഫൈലുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിനെ ഒന്ന് ഹിപ്നോട്ടിക് നിദ്രയിലോട് കൊണ്ടുപോയി ചെറിയ പ്രായത്തിലോട്ട് കൊണ്ടുപോയപ്പോ ഒരു 40-45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, മധ്യവയസ്കനാണ്. അദ്ദേഹത്തെ ചെറിയ പ്രായത്തിലോട്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അവിടെ കടന്ന് പൊട്ടി കരയുന്നതും അദ്ദേഹത്തിന്റെ സങ്കടങ്ങളൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നതൊക്കെ എന്റെ കാത് ഞാൻ ഇപ്പോഴും കേൾക്കുകയാണ്. അതായത് ചെറിയ കുഞ്ഞു പ്രായത്തിൽ ഉള്ള അനുഭവങ്ങൾ തൊട്ട് ഓരോ ഏജിലുള്ള സംഭവങ്ങളും അങ്ങനെ തന്നെ അടക്കി മനസ്സിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ഈ വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ചിന്തക്കും ഓരോ വികാരങ്ങളുണ്ട്, ഓരോ വാക്കുകളുമുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ബ്രെയിൻ അടക്കി വെച്ചിരിക്കുന്നു. ഒരു ചിന്ത കഴിഞ്ഞാൽ അടുത്തത് ചിന്തിക്കൽ ബ്രെയിന് നിർബന്ധമാണ്. ഒരു ചിന്ത കഴിഞ്ഞാൽ അടുത്ത ഒരു ചിന്തയും കൂടി ചിന്തിക്കൽ ബ്രെയിൻ നിർബന്ധമാണ്. അടുത്തത് ചിന്തിച്ചാൽ അടുത്തത് കൂടി ചിന്തിക്കണം. ഈ ചിന്തിക്കുന്നതിന് കൂടെ തന്നെ വികാരങ്ങൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ബ്രെയിൻ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും കണക്റ്റഡ് ഒക്കെ നരകത്തിന് തുല്യമായ, അല്ലെങ്കിൽ നാശത്തിലോട് നയിക്കുന്ന, പരാജയത്തിലോട് നയിക്കുന്ന അവന്റെ ഉള്ളിലെ ഈ വേദനയുമായി ബന്ധപ്പെട്ട പിക്ചർ ആയിരിക്കും. ഇതാണ് മനുഷ്യൻ പരാജയപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ കെമിക്കലുകൾ ഉണ്ടാക്കുകയും നിരന്തരമായിട്ട് അവൻ ഇഷ്യൂലോട് പോവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അതായത് ഏതൊരു ഇമേജ്, ഈ പുലിയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ചെമ്പാരിൽ പുലി, ജിം കോർബറ്റ് അദ്ദേഹം ആ പുസ്തകത്തിൽ വളരെ മനോഹരമായി എഴുതി. ഈ പുലിയെ, ചെമ്പാരിൽ പുലിയെ അദ്ദേഹം കൊന്നതിന് ശേഷം അദ്ദേഹം ഒരു പഠനം നടത്തി. അദ്ദേഹം ഒരുപാട് പുലിയെ വേട്ടയാടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിയാം, ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ജിം കോർബറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ലോക പ്രശസ്തനായിട്ടുള്ളൊരു വേട്ടക്കാരനാണ്. ഈ അവസാനമായി അദ്ദേഹം കൊന്നത് ഈ പുലിയാണ്. 400ഓളം ആളുകളെ കൊന്ന, ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ തീപ്പൊരി പാറിച്ച, കോടിക്കണക്കിന് ആളുകൾ ഭയചകിതമായി ചിന്തിച്ച പുലിയാണ് ചെമ്പാരിൽ പുലി എന്ന് പറയുന്നത്. ഇതിനെ കൊന്ന് ഇതിന്റെ ഡെഡ് ബോഡി കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, 6 അടിയോളം വലിപ്പമുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സാധനത്തെ കണ്ടിട്ടില്ല. അതിന്റെ ഗാംഭീര്യം. പിന്നീട് അദ്ദേഹം അതിന്റെ പല്ലുകളൊക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇതിന് മറ്റു മൃഗങ്ങളെ വേട്ടയാടുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്, അതിന് ഇന്ന പല്ലുകളൊക്കെ പോയത് കൊണ്ടാണ് അത് മനുഷ്യനെ ഭക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും പിന്നീട് അദ്ദേഹം കടുവ വേട്ട നിർത്തുകയും വന്യജീവികളോട് കാരുണ്യം കാണിക്കുവാനും അവയെ സംരക്ഷിക്കുവാനും വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ് ജിം കോർബറ്റ്. അപ്പൊ ഞാൻ പറയുന്നത്, ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെയുള്ള തീപ്പൊരി പാർന്ന അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അപ്പോഴെല്ലാം അത് കൃത്യമായിട്ട് വരുന്നു.
ഒരു സംശയവുമില്ല, കൃത്യമായിട്ട് വരുന്നു. ക്ലാസിന്റെ ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കാണ്ടിരിക്കുന്നത് നന്നായിരിക്കും, ഞാൻ സമയം തരും. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, what has stored in your brain, you repeatedly living on it. എന്താണോ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ടത് അതിൽ തന്നെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പോ അത് if it is more negative, pain and stressful, അത് ഏറ്റവും കൂടുതൽ വേദനാജനകവും സ്ട്രെസ്ഫുള്ളും നെഗറ്റീവുമാണെങ്കിൽ അതിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കാണ്ടിരിക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പോ ബ്രെയിൻ തിങ് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ഡേഞ്ചറസ്. അതിങ്ങനെ ബ്രെയിൻ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് പരമാവധി നരകത്തിലോട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വിജയിക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ്, ഇതിനെ നമുക്ക് മാറ്റണം. But the reason of all failures is the past experience and memories. ഇതുകൊണ്ടാണ് ജീവിതത്തിൽ വിജയിക്കാത്തത്. ഇതിനെ കട്ട് ചെയ്ത ആളുകൾ, ഈ പാസ്റ്റ് മെമ്മറിയെ മുറിച്ച് അറുത്ത് മാറ്റിയ ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. എത്രയോ ആൾക്കാർ ജീവിതത്തിൽ പരാജയത്തിന് കയ്പ്. ഇപ്പൊ ഇന്നലെ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാറ് അദ്ദേഹം ലൈഫിനെ അപ്രോച്ച് ചെയ്തിരുന്ന ആ ഒരു വേ ഓഫ് തിങ്കിങ് മാറ്റിയപ്പോൾ, അദ്ദേഹത്തിനുള്ളിൽ ചിത്രങ്ങൾ മാറിയപ്പോൾ, പിക്ചർ മാറിയപ്പോൾ അത്യത്ഭുതങ്ങൾ സംഭവിച്ചു. അത് നേർസാക്ഷിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്, ഇന്നലത്തെ സെഷനിൽ ലൈഫിൽ അത്ഭുതകരമായ മാറ്റം സംഭവിച്ച ആ വ്യക്തി ഇതിലുണ്ടെങ്കിൽ പറയാം. ഷഫീഖ് സാർ ഇതിലുണ്ടോ? ഷഫീഖ് സാർ ഇതുണ്ടെങ്കിൽ ഒന്ന് യെസ് അടിക്കാം. അതല്ലെങ്കിൽ ആ ഒരു സംഭവം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യെസ് അടിക്കാം. കാരണം എന്തുകൊണ്ട് ഇതെല്ലാവരുടെ ലൈഫിലും മാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് നിങ്ങളെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആളാരായിരുന്നു? ഞാൻ ഒന്ന് മൈക്ക് ഓൺ ആക്കാം. അത് കേട്ട ആള്. ഓക്കെ, നിർമ്മൽ സാർ അത് കേട്ടു. സാർ ഒന്ന് പറഞ്ഞോളൂ, ഒന്ന് സംസാരിച്ചോളൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നൊന്ന് സംസാരിച്ചോളൂ. അല്ലെങ്കിൽ ആ സാർ ഉണ്ടെങ്കിൽ സംസാരിക്കാം. കാരണം എന്തിനും ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാവർക്കും സാധ്യമാണ്. എന്ത് മാറ്റവും സാധ്യമാണ്. ഈ പറയപ്പെട്ട ചിത്രം അവിടുന്ന് ഒഴിവാക്കി മറ്റൊരു ചിത്രം അവിടെ കൊടുത്തേ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി സാധ്യമല്ല. സാർ ഒന്ന് സംസാരിച്ചേ. എന്താണ് നിങ്ങൾ കേട്ടത്? ആരായിരുന്നു സംസാരിച്ചത്? എത്രത്തോളം അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു? ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കേട്ട ഒരാൾ സംസാരിച്ചു. ഒരാൾ സംസാരിക്കാൻ പറ്റും എന്നാണ് ഞാൻ. ഓക്കെ, നിങ്ങളുടെ ഓക്കെ, മ്യൂട്ടല്ല, സംസാരിക്കാം. മൈക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഒരാൾ സംസാരിച്ചേ. ഈ ആളുകൾക്കൊന്ന് കൃത്യമായി മനസ്സിലാൻ വേണ്ടി പറയൂ. ആരായിരുന്നു? ആരാണ് സംസാരിക്കുന്നത്? ഹലോ സർ. പറയൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. കാസർഗോഡ് നിന്നുള്ള ഷെരീഫ് സാറ് പിന്നെ കടത്തിൽ മുങ്ങി പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ജീവിതം ഗുളിക കഴിച്ച് തുടങ്ങുന്ന ഉറക്കുഗുളിക കഴിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഈ കരീം സാറെ ഹാപ്പി പാർക്കിൽ പങ്കെടുത്ത് അതിന് മൈൻഡ് സെറ്റ് ചെയ്തു. ഇപ്പോൾ വലിയ ബിസിനസ്സുകളുടെ ഉടമയായിട്ട് ഗൾഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സെഷനായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. അദ്ദേഹം മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. അത് ഒന്നും പറയാനില്ല, അത് നേരിട്ട് കേട്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ സാർ. താങ്ക് യു. അത്രയും മതി. സമയക്കുറവുണ്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറയിക്കുന്നത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ആൾക്കാരെ കേൾക്കാൻ വേണ്ടി പറയാൻ കാരണം, the reason of all failures is the past experience and past memory. അതിനെ പൊട്ടിച്ചേ പറ്റൂ. അപ്പോ ഇത് നോക്കൂ, നിങ്ങൾ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ പുറത്തുനിന്ന് ഈ ചുവന്ന ആരോ മാർക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇവന്റ്സ് ആണ്, പുറത്ത് നടക്കുന്ന അനുഭവങ്ങളാണ്. പുറത്ത് നമ്മൾ കാണുക, കേൾക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഈ ചുവന്ന ഇതിൽ ആരോയിൽ കാണിക്കുന്നത്. അപ്പോ ഈ ചുവന്ന അക്ഷരത്തിൽ കാണിക്കുന്നത് 5 സെൻസ് ആണ്. ഈ 5 സെൻസിന് ഉള്ളിലോട്ട് പോകുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഇവിടെ കാണിക്കുന്നത്, ഈ ബ്രെയിനിന് താഴെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിത്രങ്ങളാണ്. ഇവിടെ കാണിക്കുന്നത്. ഈ ചിത്രങ്ങൾ അനുസരിച്ചേ ഒരു സാധനം ഉള്ളോട്ട് പോകും. ഈ സാറിന് എന്ത് ചെയ്തു? സാറിന് മാത്രമല്ല, ആയിരക്കണക്കിന്, ഇപ്പൊ ഈ സംസാരിച്ച ആള് തന്നെ, അദ്ദേഹത്തിന്റെ ലൈഫിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ അദ്ദേഹം എപ്പോഴും പറയാൻ വേണ്ടി തൽപരനായിട്ടിരിക്കാറുണ്ട്. എപ്പോഴും സംസാരിക്കും.
അപ്പോ ഈ ചിത്രങ്ങൾ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതൊക്കെ അവസരങ്ങളായിരിക്കും. പിന്നെ നമ്മൾ കാണുന്നതൊക്കെ വിജയിക്കുവാൻ ആവശ്യമായ വ്യക്തികളായിരിക്കും. പിന്നെ നമ്മൾ കാണുന്നതൊക്കെ ഇതേപോലുള്ള ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഒതുങ്ങുന്ന വാക്കുകളായിരിക്കും കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതുമെല്ലാം. അതുകൊണ്ട് ഈ ചിത്രത്തെ മാറ്റുവാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കുറച്ച് എന്താ പറയാ, can I continue my dear friends? നമ്മളൊരു 3/4 മണിക്കൂർ പറയുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. Can I continue? Yes or no? Please type yes or no. കുറച്ച് സമയം കൂടി നമുക്ക് തുടരാം. അപ്പോ യെസ്, ഞാൻ നിങ്ങളെ വെരി ഗുഡ്. അവർ മൈൻഡ് ഈസ് ലിവിംഗ് വിത്ത് പാസ്റ്റ് മെമ്മറി. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു പോയ കാലത്തെ ഈ ചിത്രങ്ങളുടെ മുകളിലാണ്. അപ്പോൾ ചിന്തിക്കാതെ, ഫീൽ ചെയ്യാതെ നമ്മുടെ മനസ്സിന് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതൊക്കെ ഈ ചിത്രങ്ങളുടെ ബേസിലായിരിക്കും. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ നിരന്തരമായിട്ട് ആളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സോ ഇഫ് യു ക്യാൻ ബ്രിങ് പോസിറ്റീവ് മെമ്മറി. പോസിറ്റീവ് മെമ്മറി ഇല്ലല്ലോ സർ, ഉള്ളത് മുഴുവൻ നെഗറ്റീവ് അല്ലേ സർ, പിന്നെ എങ്ങനെ പോസിറ്റീവ് കൊണ്ടുവരും? അതാ പ്രശ്നം. അതാ നമ്മുടെ അറിവാണ് വെളിച്ചം. ഈ അറിവിലൂടെ, കൃത്യമായ തിരിച്ചറിവിലൂടെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ, ലൈറ്റ് പ്രവേശിക്കുമ്പോൾ, ഇഫ് യു ക്യാൻ ബ്രിങ് പോസിറ്റീവ് മെമ്മറി ആൻഡ് പോസിറ്റീവ് ഫീലിംഗ്, അതോടുകൂടി ചേഞ്ച് നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള ഓൾറെഡി നിലവിലുള്ള കംപ്ലീറ്റ് സാധനവും പോവും. നമ്മൾ പറയാറുണ്ട്, ഈ ചാരായം അല്ലെങ്കിൽ മദ്യം അത് പ്രത്യേക പോസ്റ്റിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് സുർക്കയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോല് അത് പ്രത്യേക അവസ്ഥയിലൂടെ കൂടി പോയി കഴിഞ്ഞാൽ അത് ആവശ്യമായ സംഭവത്തിൽ ഉപയോഗിക്കാം. എന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് ചിത്രങ്ങളെ പ്രത്യേകമായ ചില ടെക്നിക്കിലൂടെ കടത്തിക്കൊണ്ടുപോയാൽ അതിനെ നമുക്ക് ഉപകാരമുള്ള മറ്റൊരു രൂപത്തിലോട്ട് മാറ്റിയെടുക്കുവാൻ സാധ്യമാണ്. അതിനാദ്യം നമുക്ക് വേണ്ടത് അറിവാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ നൽകാൻ പോകുന്നതും ആ തിരിച്ചറിവാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ചിത്രത്തെ നമ്മൾ മാറ്റി അത് പോസിറ്റീവിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, പോസിറ്റീവ് ഫീലിംഗിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി, സ്റ്റോർ ചെയ്യപ്പെട്ട നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി മാറും. യു ക്യാൻ ലീഡ് ഹാപ്പി ലൈഫ്, ഹെൽത്തി ആൻഡ് പീസ്ഫുൾ ലൈഫ്. യാതൊരു സംശയവുമില്ല. ഹാപ്പി ആയിട്ടുള്ള, ഇതുപോലുള്ള സന്തോഷകരമായ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുന്നത് തന്നെ ഹാപ്പിയാണ്. ഈ ഹാൽ എൽറോഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി പതറ്റിക് കണ്ടീഷൻസിന് പറയുന്നുണ്ട്. ലൈഫിലെല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു ഉപദേശം കൊടുത്തു. ആ ഉപദേശം എന്തായിരുന്നു? ആദ്യം നീ ഒന്ന് എനർജറ്റിക് ആവണം, എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം, പുതിയ പുസ്തകങ്ങൾ വായിക്കണം, പുതിയ കാര്യങ്ങൾ, അതായത് ഓൾറെഡി നിന്റെ ഇപ്പോഴത്തെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുന്ന വെളിച്ചം നിന്റെ തലച്ചോറിലോട്ട് പ്രവേശിപ്പിക്കണം. ഇത് ആദ്യം കേട്ടപ്പം ഹാൽ എൽറോഡ് പറഞ്ഞു, പുച്ഛിച്ചു തള്ളി, എന്നെ ഉപദേശിക്കാൻ നീ ആരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഹാൽ എൽറോഡ് അത് പ്രാവർത്തികമാക്കിയപ്പോൾ അദ്ദേഹം ലൈഫിൽ വലിയ മാറ്റമുണ്ടായി. അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറി, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറി. അതുകൊണ്ട് അദ്ദേഹത്തിലോട്ട് വരുന്ന വിവരങ്ങൾ, വ്യക്തികൾ എല്ലാം മാറി. ഇപ്പോൾ ഹാൽ എൽറോഡ് എഴുതി നോക്കിയാൽ, അടിച്ചു നോക്കിയാൽ അദ്ദേഹം ഒരു ബില്യനെയറായി, ഒരു കോടീശ്വരനായി അറിയപ്പെട്ടു. കാരണം ഈ പിക്ചർ മാറ്റി. ഈ പിക്ചർ മാറ്റിയാൽ നിങ്ങൾക്ക് പണക്കാരനാവാൻ പറ്റും. ഈ പിക്ചർ മാറ്റിയാൽ പരിധിയില്ലാത്ത സന്തോഷം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പിക്ചർ മാറ്റാൻ ഒരുപാട് ടെക്നിക്സുകളുണ്ട്, ഒത്തിരി ടെക്നിക്സുകളുണ്ട്. ഈ ടെക്നിക്സുകളിലൂടെ കടന്നു പോകുവാൻ താല്പര്യമുള്ള ആളുകളൊന്നും ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ. കാരണം ചില ആൾക്കാര്, സർ ഒരു ടെക്നിക്കും എനിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല സർ, അതിൽ പോലും എനിക്ക് മടിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. അതായത് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ള ഈ ചിത്രങ്ങളെ മാറ്റുവാൻ there are different types of techniques. ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ഈ ടെക്നിക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ മെന്റൽ പിക്ചർ മാറ്റാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് മെനി വേസ് ആൻഡ് ടെക്നിക്സ് ടു ചേഞ്ച് ദി മെന്റൽ ഇംപ്രഷൻ ആൻഡ് മെന്റൽ പിക്ചർ. അപ്പൊ നമ്മൾ വിജയത്തിലോട്ട് പോകും. അപ്പൊ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈ മെന്റൽ പിക്ചറിനെ മാറ്റുവാൻ വേണ്ടി നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, നമുക്കറിയാം നമ്മുടെ
ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്തമായ ഒരു ടെക്നിക് ഉണ്ട്. ഒരു മനഃശാസ്ത്ര ടൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ആധുനിക യുഗത്തിലെ ഒരു അത്ഭുതം എന്ന് പറയും. അത് പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് അവന്റെ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൂണുണ്ടല്ലോ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മനുഷ്യന്റെ മനസ്സിന് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റൂല. മനുഷ്യന്റെ മനസ്സിന് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഈ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം അവന്റെ ഉള്ളിലെ പിക്ചർ അനുസരിച്ചാണ്. ആ പിക്ചർ എങ്ങാനും അയാൾക്ക് ആവശ്യമുള്ള കാര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എങ്കിൽ, NLP says that what you need you should believe. അതായത് നമുക്ക് ആവശ്യമായ ഒരു കാര്യത്തിൽ അത് തട്ടിയിട്ടാണ്, അധിഷ്ഠിതമായിട്ടാണ് ആ സാധനം പുള്ളിക്കാരൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ആ സംഭവം വന്ന് ചേരുക തന്നെ ചെയ്യും. അതൊരു വീടാണ്, അപ്പൊ എപ്പോഴും അദ്ദേഹം വീടിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീട് അതെങ്ങനെ ഉണ്ടാക്കാം, സിറ്റ് ഔട്ട് എങ്ങോട്ട് മാറ്റണം, ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം, ഇത് തന്നെയാണ് പുള്ളിക്കാരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കിട്ടും. പക്ഷെ മോസ്റ്റ് ഓഫ് പീപ്പിൾ കാൻ ഡു സോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാഴ്ചപ്പാടിൻ്റെതാണ്. ഏതായാലും കാഴ്ചപ്പാട്, എനിക്കൊരു വീട് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ചിന്തിക്കാം, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, അപ്പോഴേ എനിക്ക് ചിന്ത മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ടെൻഷൻ, എനിക്ക് വീടില്ലല്ലോ, എനിക്ക് ബാധ്യതയുണ്ടല്ലോ, എന്റെ മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ, എന്റെ കുട്ടി പഠനത്തിൽ മോശമാണല്ലോ, അത് തന്നെ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് എന്നാൽ ഞാൻ മാറ്റിത്തരാം. അങ്ങനെയല്ല. അതായത് റിയലി നമ്മുടെ മനസ്സ് നിലകൊള്ളുന്ന ആ തൂണ്, ചിന്ത എന്ന് പറയുന്ന ആ തൂണ്, അത് നമുക്ക് ആവശ്യമുള്ളതിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ വേണം. ആ ചിത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ അധിഷ്ഠിതമായി നിരന്തരം ചിന്തിച്ചാൽ ആ കാര്യം നടക്കും. പക്ഷെ ആൾക്കാർക്ക് സാധ്യമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഇല്ല, അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഇല്ല. ഇറ്റ് ഈസ് ദി റീസൺ ദാറ്റ് വി ഡോണ്ട് ഹാവ് സച്ച് എ പ്രോഗ്രാമിംഗ്. അങ്ങനെ സംഭവം അവരുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ സത്യം ഇതാണ്, എന്ത്? അങ്ങനെ ഒരു സംഭവം ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വന്നു പോയിക്കും. ഒരു സംശയം ആ വിഷയത്തിലില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏതൊരു കാര്യത്തിനും പരീക്ഷിച്ച് നോക്കൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഞാനിത് പറയുന്ന എന്റെ എല്ലാ സെഷനിലും ഞാനിത് പറയാറുണ്ട്. കാരണം മനസ്സ് ഒന്നും മെല്ലുന്നു. പിന്നെ ഇങ്ങനെ കഴുത്തിലോട് മുങ്ങിപ്പോകുന്നവരോട് മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് തോമസ് ആൽവ എഡിസൺ അങ്ങനെ, ബിൽ ഗേറ്റ്സ് അങ്ങനെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് മാറ്റം വരില്ല. ഇത് ഇവന്റെ ഉള്ളിലുള്ള, യഥാർത്ഥത്തിൽ ഇവന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നരകാവസ്ഥയെ കുറിച്ച് ഇയാൾ ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഇയാൾ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഈ തിരിച്ചറിവ് എന്നുണ്ടായോ അന്ന് മുതലാണ് നമ്മുടെ ലൈഫിൽ പുരോഗതിയുടെ ബട്ടണിലോട്ട് നമ്മുടെ ലൈഫ് കുതിച്ചു വരാൻ കാരണം ഈ തിരിച്ചറിവിന് ശേഷമാണ്. സോ നമ്മള് ഇതിനാദ്യം വേണ്ടത്, NLP പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ആദ്യം വേണ്ടത് നമുക്ക് ചില അറിവുകളാണ്, ചില തിരിച്ചറിവുകളാണ്. കാരണം അറിവ് വെളിച്ചമാണ്, ലൈറ്റാണ്, പ്രകാശമാണ്, നോളജാണ്. അതുകൊണ്ട് NLP ചില ടെക്നിക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ചിത്രങ്ങളെ മാറുവാൻ വേണ്ടി നമുക്ക് ശക്തമായ ചില വിവരങ്ങൾ നൽകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ആ വിവരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് അവരുടെ പ്രശ്നങ്ങളിലെല്ലാം മാറ്റി വിജയത്തിലോട് പോകാൻ സാധിക്കുമെന്നാണ് NLP പറയുന്നത്. ഏതൊരാൾ ഈ പറയപ്പെട്ട ഇൻഫർമേഷൻസിലൂടെ, ഈ പറയപ്പെട്ട വെളിച്ചത്തിലൂടെ നടന്നു പോയാൽ ആ വെളിച്ചം കേൾക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ മാറ്റമുണ്ടാവും എന്നാണ് പറയുന്നത്. എന്നിട്ടും മാറ്റമില്ലെങ്കിൽ അയാൾക്ക് തെറാപ്പി സജസ്റ്റ് ചെയ്യാമെന്നാ പറയുന്നത്. അപ്പൊ തെറാപ്പിയിലോട്ട് നമുക്ക് പോകണ്ട. അതിൽ ഏതൊരു വിവരമാണ് NLP പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. NLP പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് മാപ്പ് ഈസ് നോട്ട് ടെറിറ്ററി എന്നാണ് ആദ്യത്തെ പ്രീ സപ്പോസിഷൻ. അപ്പൊ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്
നമ്മളുടെ മനസ്സിലുള്ള ഇതൊരു മാപ്പ് മാത്രമാണ്. ഒരു ഭൂപടം നമുക്കറിയാം, നമ്മളൊക്കെ വീട്ടിൽ ഭൂപടം ഉണ്ടാവും, അല്ലെങ്കിൽ മാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഉണ്ടാവും. ആ ലൊക്കേഷന്റെ ചിത്രം ഒരിക്കലും ആ ലൊക്കേഷൻ അല്ല, അത് അതിന്റെ ഒരു ചിത്രം മാത്രമാണ്. റഷ്യയുടെ ഒരു ഭൂപടം അല്ലെങ്കിൽ റഷ്യയുടെ ഒരു ഭൂപടം അതൊരു ഭൂപടം മാത്രമാണ്, റഷ്യ അല്ല. യഥാർത്ഥ റഷ്യ വേറെ, ഭൂപടം വേറെ. എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന ചിത്രങ്ങൾ അത് കേവലം മാപ്പ് മാത്രമാണ്, അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് NLP പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നോളജും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം അപൂർണമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കോറിയിട്ടത്, അത് നമ്മുടെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അറിവില്ലാതെ നമ്മൾ ചെയ്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉദാഹരണമായിട്ട് ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു നമ്മുടെ എന്താ പറയുക, 7 Habits of Highly Successful People എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അതിന്റെ ഓതർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കുറച്ച് കുട്ടികളുമായിട്ട് ഇരിക്കുന്നു. ആ കുട്ടികളെ ആർത്തുല്ലസിക്കുന്നു, അട്ടഹസിക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ഈ ഓതറുടെ മനസ്സിൽ ഒരു ചിത്രം, ഒരു ചിന്ത, എന്തൊരു മനുഷ്യനാണ് ഇയാള്. ഈ മനുഷ്യന്മാർ, ഈ മാന്യന്മാരെ ആൾക്കാരെല്ലാരും ട്രെയിൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോ അവരോട് അടങ്ങി നിൽക്കാൻ പോലും പറയാത്ത, അത് കണ്ടഭാഗം പോലും നടിക്കാത്ത ഈ ആൾക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വ്യക്തി. എന്തുവാണ് ഇയാളുടെ സ്വഭാവം, എന്താണ് ഇയാളുടെ മാനർ, മോശം എന്നിങ്ങനെ ചിന്തിച്ചു. കുറെ നേരം ചിന്തിച്ചു. സഹി കേട്ടപ്പോ അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സഹോദര, ഇത്രയും ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുമ്പോ നിങ്ങൾക്ക് ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞൂടെ എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, അത് ഞാൻ പറയാത്തത് എനിക്കറിയാം. അത് എൻ്റെ സഹോദരിയുടെ മക്കളാണ്. എൻ്റെ സഹോദരിയും എൻ്റെ അളിയനും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഇവരൊരു ബോർഡിങ്ങിലായിരുന്നു. ഇവരെ കൂട്ടി ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഇവരിപ്പോ ഈ ചിരിക്കുന്ന ചിരിയേ ഉള്ളൂ. വീട്ടിലെത്തിയാൽ ഇവരുടെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് ഇവർ മാക്സിമം ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറി. ഈ ചോദ്യം ചോദിക്കാതെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇദ്ദേഹത്തോട് ചോദിക്കാതെ ഓതർ അവിടെ ട്രെയിൻ കയറി പോവാണെങ്കിൽ അദ്ദേഹം പലരോട് പറയും, ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്, ഒരു മാനേഴ്സ് ഇല്ല. ആൾക്കാരൊക്കെ എങ്ങനെയാണ്? നമ്മളോട് മോശമായി പെരുമാറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി നമ്മളോട് മോശമായി പെരുമാറുവാൻ ഒരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് മനസ്സിലാവാത്ത ഒരു കാരണമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാവുന്ന രൂപത്തിലാണ് ആ കാരണത്തെ നമ്മളുടേതായ രൂപത്തിലൂടെ മാറ്റിയിട്ട നമ്മുടെ ഉള്ളിൽ ഒരു മാപ്പാക്കി വെച്ചത്. അത് ശരിയല്ല. അങ്ങനെ പൊളിച്ചടക്കി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സിലായോ? അതായത് മനുഷ്യന്റെ അനുഭവങ്ങളും വിശദീകരണങ്ങളൊന്നും ശരിയല്ല, ഒന്നും വേണ്ട. നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ കേൾക്കുന്ന കേൾവി, ഇതെല്ലാം തെറ്റാണ്, എല്ലാം തെറ്റാണ്. ലോകത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് മുഴുവൻ തെറ്റാണ്. ഇപ്പൊ ഞാന് നിർമ്മൽ സാറെ കാണുന്നു, അല്ലെങ്കിൽ അനിലെ കാണുന്നു. അനിലെ അല്ലെങ്കിൽ നിർമ്മൽ സാറിനെ ഒക്കെ കുറെ കാലമായി ഹാപ്പി പാർക്കിൽ ഞാൻ ഇങ്ങനെ കാണുന്നു. ഞാൻ ഹാപ്പി പാർക്കിൽ കാണുന്നു, സംസാരിക്കുന്നു, എന്നെ അവരും കാണുന്നു. ഞാൻ വിചാരിക്കുന്ന അവരെ കുറിച്ച് ചിന്തിക്കുമ്പോ, അവരെ കുറിച്ച് അറിയുമ്പോ എനിക്കുണ്ടാവുന്ന വിശ്വാസം, ആ അറിവ് എന്ന് പറഞ്ഞാൽ അത് അപൂർണമാണ്. ശരിയോ തെറ്റോ? യെസോനോ, ശരിയോ തെറ്റോ? കാരണം ഞാൻ അറിയുന്നത്, ഞാൻ കാണുന്ന അവർ, അത് അൺകംപ്ലീറ്റ് ആണ്, അത് അപൂർണമാണ്, തെറ്റാണത്.
ഒരിക്കലും അത് ശരിയല്ല. നിങ്ങൾ ഇപ്പൊ എന്റെ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോ എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ ഇന്ന രൂപത്തിലായിരിക്കും. അത് ശരിയാണോ? അതും ശരിയല്ല. നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നതും ശരിയല്ല. അപ്പൊ ശരിയല്ലാത്ത കാഴ്ചപ്പാടാണ്, ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വെച്ചത് എന്ന് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. എന്താ പറയാ, ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തും വേറെ 1-2 ആൾക്കാരും കൂടിയിട്ട് എനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ ആ സ്ഥാപനത്തിലെ മാനേജറോട് കംപ്ലൈന്റ് പറഞ്ഞു. എനിക്കെതിരെ പേഴ്സണലായി കംപ്ലൈന്റ് പറഞ്ഞു. മാനേജർ എന്നോട് മോശമായി സംസാരിച്ചു. എനിക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെ ഞാൻ റിസൈൻ ചെയ്തു പോന്നു. സ്വാഭാവികമായിട്ടും എനിക്കെതിരെ പറഞ്ഞ ആൾക്കാരോട് എൻ്റെ ഉള്ളിൽ ഒരു അനിഷ്ടം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു ഇതനുസരിച്ച്, അന്ന് നമ്മൾ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പിന്നീട് ഞാൻ ഒരുപാട് പഠിച്ചു, ഡിഗ്രി എടുത്തു, PG എടുത്തു, വിദേശ രാജ്യങ്ങളിൽ പോയി ട്രെയിനിങ്ങുകൾ നടത്തി, ഫിനാൻഷ്യലി എല്ലാ നിലക്കും ഞാൻ ഒരുപാട് മെച്ചപ്പെട്ടു. അന്ന് ആ 2 ആളുകൾ എനിക്കെതിരെ അവിടെ പോയി ഗൂഢാലോചന പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അവിടെ തന്നെ ജോലി ചെയ്ത് കേവലം ചെറിയൊരു ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ നിൽക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കെതിരെ അന്ന് പ്രവർത്തിച്ച ആ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്ത് ഫീലിംഗ് ആയിരിക്കും പ്രിയപ്പെട്ടവരുണ്ടാവുക? നല്ലതോ ചീത്തയോ? ഒന്ന് ടൈപ്പ് ചെയ്ത്, പ്ലീസ് ടൈപ്പ്. എനിക്ക് ആ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുഡ് ആണോ ബാഡ് ആണോ ഇപ്പൊ ഉണ്ടാവുക? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഗുഡ് ഓർ ബാഡ്? ഗുഡ് ആണെങ്കിൽ G, B ആണ് B. ഒന്ന് ചിന്തിച്ചേ, എന്തായിരിക്കും ആ ആൾക്കാരെ കുറിച്ച് എനിക്ക് ഇപ്പൊ ഉണ്ടാവുക? ഗുഡ്. അതാണ് മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മൾ മോശമെന്ന് വിചാരിക്കുന്നവർ, നമ്മളെ പീഡിപ്പിച്ചവർ, നമ്മളെ കഷ്ടപ്പെടുത്തിയവർ, അവരെ കുറിച്ചൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഈ ഒരു മാപ്പ് പൂർണ്ണമായും തെറ്റാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ആദ്യം വരുത്തണം. മനസ്സിലായില്ലേ? കാരണം യുവർ മാപ്പ് ഈസ് നോട്ട് മച്ച് റിയാലിറ്റി. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന മാപ്പ് യാഥാർത്ഥ്യവുമായിട്ട് അത് മാച്ച് ചെയ്യുന്നില്ല. കാരണം 5 സെൻസിലൂടെയാണ് നിങ്ങളുടെ ഉള്ളിലോട്ട് വിവരങ്ങൾ പോയത്. 5 സെൻസിന് അതിൻ്റെതായ പരിമിതിയുണ്ട്. കണ്ണിന് കാണാനും. ഇപ്പോ ഒരാൾ കോഴിക്കോട് ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തന്റെ അയൽക്കാരനായ ഒരു പയ്യനും ഏതോ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ രംഗം കാണുന്നു, ബസ് കയറുന്നു, പോകുന്നു. ഇയാള് ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ നാരായണൻകുട്ടിയുടെ മകനാണല്ലോ അത്. ആ പെൺകുട്ടിയെ കണ്ടിട്ട് അറിയാത്ത ഒരാളാണല്ലോ. അപ്പോ നിരന്തരമായിട്ട് ഇയാളുടെ ഉള്ളിൽ മാപ്പ് എന്തോ ഉണ്ടോ. നാട്ടിലെത്തി. എന്നിട്ട് ആദ്യം കണ്ട ഷോപ്പ് കയറി നമ്മുടെ നാരായണൻകുട്ടിയുടെ മകനും ഒരു പെൺകുട്ടിയായിട്ട് ടൗണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ആ പീഡിയക്കാരൻ അല്ലെങ്കിൽ ഷോപ്പുകാരൻ വേറെ ആള് പറയുന്നു, നാരായണൻകുട്ടിയുടെ മകനും ഒരു ചങ്ങാതിയും അവിടെ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് ഇന്ന ആള് കണ്ടു. പിന്നെ അത് പറഞ്ഞു പോകുന്നു. ഒക്കെ തെറ്റാണ്. സത്യത്തിൽ ഇയാൾ ബസ് കയറാൻ വേണ്ടി പോകുമ്പോ ഇദ്ദേഹം കണ്ടത് ആ ചെറുപ്പക്കാരനോട് ആ കുട്ടി ഒരു പക്ഷേ സമയം എത്രയായി ചേട്ടാ എന്ന് ചോദിക്കുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ പരിചയമുള്ള ഒരാളോട് എന്താണ് ഇവിടെ, ഈ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ മാപ്പ് ഉണ്ടാക്കി, അത് കേട്ടവർ മാപ്പ് വേറെ ഉണ്ടാക്കി, അത് കേട്ടവർ മാപ്പ് വേറെ ഉണ്ടാക്കി. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും നമ്മുടെ കഴിഞ്ഞു പോയ അനുഭവങ്ങളും ഒക്കെ എന്താ പറയാ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ അനുഭവങ്ങളുടെ സ്വാധീനമാണ് നമ്മുടെ മാപ്പ് ഇങ്ങനെ നിലനിർത്തുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ തെറ്റാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഓരോ വിഷയത്തെ കുറിച്ചും നമ്മൾ ധരിച്ചു വെച്ച ധാരണ തെറ്റാണ്. ഉദാഹരണമായിട്ട് കുട്ടിക്കാലത്ത് നമ്മൾ ധരിച്ചു വെച്ചൊരു ധാരണ, നമ്മുടെ ഒരു കുഞ്ഞ് റോഡിലോട്ട് പോകുന്ന സമയത്ത് വാഹനങ്ങൾ പോകുമ്പോൾ ആ കുഞ്ഞിനെ പിതാവ്
അല്ലെങ്കിൽ മാതാവ് പിടിച്ചിട്ട് റഷായിട്ട് പിടിക്കുന്നു, ഇങ്ങോട്ട് വാ. ആ കുട്ടിയുടെ ഉള്ളിലൊരു പ്രോഗ്രാമിംഗ്. എന്താ ഉള്ളിലെ പ്രോഗ്രാമിംഗ്? എന്റെ മാതാവും എന്റെ പിതാവും എന്നെ വേദനിപ്പിക്കുന്നു. സത്യത്തിൽ വേദനിപ്പിച്ചതല്ല, അതിലെ ബസ് പോകുന്നത് കൊണ്ട് എന്റെ ദേഹത്ത് ബസ് കയറാതിരിക്കാൻ വേണ്ടി, ആക്സിഡന്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് കുട്ടിക്ക് ചിന്തിക്കുവാനുള്ള സെൻസോ സെൻസിബിലിറ്റിയോ ഇല്ല. അങ്ങനെ ഒരു സെൻസ് കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ട് കുട്ടിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ്. ഈ ചെറിയ പ്രായത്തിലുള്ള ഒട്ടുമിക്ക പ്രോഗ്രാമിങ്ങുകളും യാഥാർത്ഥ്യ രൂപത്തിലുള്ളതല്ല. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തി അയാളുടെ മെന്റൽ പിക്ചർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തെറ്റാണെങ്കിലും ഈ മെന്റൽ പിക്ചറുകളും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സർവ്വതും എപ്പോഴും നമ്മുടെ മനസ്സിനെ താങ്ങി നിർത്തുന്ന ഈ തൂണുകൾ, ഇത് തെറ്റാണെങ്കിലും ബട്ട് വി സ്ട്രോങ്ലി ബിലീവ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത് 100% ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. Can you agree with me, my dear friends? Please type yes or no. ഇത് 100% തെറ്റാണെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഓരോ നിമിഷവും ഇങ്ങനെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. Can you agree with me? Please type yes or no. പിന്നെ എങ്ങനെ മനുഷ്യൻ വിജയിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ഞാൻ 9 o'clock നിർത്തണമെന്നാണ് വിചാരിച്ചത്. സമയം ഒത്തിരി വൈകി. അപ്പോ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളത്തെ സെഷനിൽ പഠിക്കാം. അതായിരിക്കും നന്നാവുക. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പഠിച്ച കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ പഠിച്ചത്, നിങ്ങൾ എന്റെ സ്ക്രീൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? സ്ക്രീൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലേ? പ്ലീസ് ടൈപ്പ്. സ്ക്രീൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? സോർണോ കണ്ടിട്ടുണ്ടായിരുന്നു? ഓക്കെ. ഇപ്പോഴാണ് കാണാതെ. ശരി. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഈ രൂപത്തിൽ മനസ്സിന് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ മെന്റൽ മാപ്പിംഗ് ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിന്ത വരുന്നത്. ഈ മാപ്പ് തെറ്റാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനം നമുക്കുണ്ടാവും. എത്ര പേർക്ക് ഒരു സമാധാനമുണ്ട് ഇപ്പോ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. എത്ര പേർക്ക് ഇപ്പോൾ ഒരു സമാധാനമുണ്ട്? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ്. ഒരു സമാധാനമുണ്ട്. ഈ സമാധാനം തന്നെയാണ് വിജയത്തിന് ആധാരം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരും നാളെയും പങ്കെടുക്കുക. നാളെ ഇതിന്റെ ബാക്കി ഭാഗം, ഇതിൽ കുറെ പ്രീ സപ്പോഷൻസുകൾ ഉണ്ട്. നമുക്ക് പറ്റാവുന്നതൊക്കെ നിങ്ങൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ മുഴുവൻ ആൾക്കാരും ഓരോരുത്തരും ഒരു 10 ഗ്രൂപ്പിലേക്കെങ്കിലും ഇതിന്റെ സന്ദേശം അയക്കുക. ആർ യു റെഡി? ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഇതിന്റെ അടുത്ത നാളത്തെ പ്രോഗ്രാമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പോൾ മിനിമം 10 ഗ്രൂപ്പ്, അധികം 100 ഗ്രൂപ്പാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ആളുകൾ അറിയട്ടെ. മനസ്സിലായില്ലേ? എല്ലാവരും ടൈപ്പ് ചെയ്യുക. എല്ലാവരും ഇത് അയച്ചു കൊടുക്കുക. പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കുക. സോ നാളെ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം വളരെ വിശാലമായിട്ട് കേൾക്കാം. 8 മണിക്ക് എല്ലാവരും പങ്കെടുക്കുക. സോ ലൈഫിൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോ ഈ സെഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ചിത്രം മാറിയപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വേണമെങ്കിൽ 1-2 ആൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പോ എനിവൺ സംസാരിക്കുന്ന ആള് മാത്രം മൈക്ക് ഓൺ ആക്കാൻ പാടുള്ളൂ. ഓക്കെ, സന്തോഷം. ആരെങ്കിലും ഉണ്ടോ? സന്തോഷം അറിയിക്കുന്നു. കേൾക്കുന്നില്ല. സന്തോഷം അറിയിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ സെഷൻ അല്ല, നേരത്തെ നമ്മുടെ ഹാപ്പി പാർക്കിൽ ഒത്തിരി സെഷൻസിൽ പങ്കെടുത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ചിത്രം, അവരുടെ മെന്റൽ ചിത്രം മാറിയതിനു ശേഷം ലൈഫിൽ മാറ്റമുണ്ടായ, EFT പോലുള്ളതൊക്കെ പങ്കെടുത്ത് മാറ്റമുണ്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1-2 വാക്ക് വേണേ സംസാരിക്കും. സാർ, എൻ്റെ പേര് എബീനാണ്. ഹലോ. ഞാൻ എറണാകുളം ജില്ല കോതമംഗലത്താണ് താമസിക്കുന്നത്. ഞാൻ നമ്മുടെ ഹാപ്പി പാർക്കിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലും EFTയിലൊക്കെ പങ്കെടുത്ത ആളാണ്. അതിനുശേഷം നമ്മുടെ ചിന്താഗതിയിലേക്ക് മാറ്റം വന്ന ജീവിതത്തിലേക്ക് പുതിയൊരു ചിന്തയും പുതിയൊരു വിളിച്ചുവൊക്കെയാണ് ജീവിതത്തിലേക്ക് കടന്നത്. കാരണം നല്ലൊരു
നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ക്ലാസ്സിന് വേണ്ടി നമ്മൾ ഓരോ ദിവസവും ഞാൻ നോക്കിയിരിക്കും. പുതിയ പുതിയ ക്ലാസ്സിന് വേണ്ടി ഒരു ഹാപ്പി ഫീലാണ്. കാരണം അത്രയ്ക്ക് ഒരു ഡിപ്രഷൻ ഉള്ള സമയത്താണ് ഞാൻ എൻ്റെ ജോയിൻ ചെയ്യുന്നു. എൻ്റെ ജീവിതം വേറെ വേറെ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ മെന്റേഴ്സ് ആയിക്കാണെങ്കിലും അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു. താങ്ക് യു സർ. സന്തോഷം സന്തോഷം സർ, സന്തോഷം. എറണാകുളത്തുണ്ടായിരുന്നു? എറണാകുളത്തുണ്ടായിരുന്നു JB. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ വളരെ സന്തോഷം. അതേപോലെ തന്നെ ഇനി ആരെങ്കിലും സംസാരിക്കണോ? ഹലോ സാർ. പറയൂ സാർ. ഹലോ, പറയൂ. ഷെൽബിയാണ്. ഓക്കെ. ഹലോ, ഞാൻ സാറിന്റെ RISലും അതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ, അതേപോലെ ഫ്രീഡം മാസ്റ്ററി, പിന്നെ അതേപോലെ നാദാപുരത്ത് വെച്ച് നടന്ന ഈ ചെറിയ കോഴ്സുകളിൽ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അതിനു മുമ്പ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും, അതായത് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഇപ്പം പ്രതീക്ഷ എല്ലാം നേടിയോ എന്ന് ചോദിച്ചാൽ നേടിയിട്ടില്ലെങ്കിലും ഒരു വിശാലമായ ലോകം എനിക്കുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ, ശക്തമായ ഒരു വെളിച്ചം ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ജീവിതത്തിൽ, അതാണല്ലോ ആദ്യം വേണ്ടത്. അപ്പം നല്ല മാറ്റമുണ്ട് ജീവിതത്തിൽ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇപ്പോൾ തന്നെ സാറേ അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഒരു ചെലവില്ലല്ലോ, ഒരു ചെലവില്ല. ഒരു 10-25 ഗ്രൂപ്പിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കുക. ലോകത്തിന് വെളിച്ചമാവുക, എല്ലാവരുടെയും മാപ്പിൽ ഇടപെടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. സാറേ ബദ്രുദ്ദീൻ സാർ, കേൾക്കാമോ? എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു.